പ്രവീൺ. നമ്മുടെ കടയുടെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സമ്മാന കൂപ്പൺ എല്ലാവർക്കും കൊടുത്തിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഇന്ന് വിഷു ആയിട്ട് നമ്മളതൊരു വിഷു കൈനീട്ടമായിട്ട് ആർക്കാണോ ഭാഗ്യശാലി എന്ന് അറിഞ്ഞുകൂടാ, അപ്പം അവർക്ക് നമ്മളിത് എടുത്തിട്ട് ഏതോ ഒരു കൂപ്പൺ ഏതോ ഒരു ഭാഗ്യശാലിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് 3 പ്രൈസസ് ആണുള്ളത്. അപ്പം ഈ കൂപ്പണാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ലക്കി ഡ്രോയിൽ എടുക്കാൻ പോകുന്നത്. നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആർക്കാന്ന് നോക്കാം. ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ടെടുക്കാം. ഫസ്റ്റ് പ്രൈസ് നമുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് റിംഗ് ആണ്. ഫസ്റ്റ് പ്രൈസ് പോയിരിക്കുന്നത് 67ാമത്തെ നമ്പറാണ്. 67ാമത്തെ നമ്പർ ആരാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് പ്രൈസ് 67ാം നമ്പറിനാണ്. 67ാം നമ്പർ നോക്കിയപ്പോഴത്തേക്ക് ഉദയകുമാരിക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡയമണ്ട് റിംഗ് ആണ് ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. ആ ഒരു വാർത്ത, സന്തോഷ വാർത്ത നമുക്ക് ഉദയകുമാരിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് നമ്മൾ അവരെ അറിയിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് പ്രൈസിന്റെ ആളെ വിളിക്കാം. ഉദയകുമാരി ചേച്ചിനെയാണ്. ഉദയകുമാരി ചേച്ചിക്ക് നമ്മൾ റിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം എടുക്കുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ. വിഷുവൊക്കെ ആയിട്ട് തിരക്കാൻ തോന്നുന്നു. വീട്ടിലെ ജോലിയും സദ്യ ഒരിക്കലും നോക്കാം. നമുക്ക് എടുക്കോ ഇല്ലെന്ന് നോക്കാം. ഡയമണ്ട് റിംഗ് കിട്ടിയ കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഹലോ ഹലോ, ഇത് ചേർത്തല ശ്രീകൃഷ്ണ ജ്വല്ലറി എന്നാണേ. അപ്പൊ നമ്മൾ ഇന്ന് നറുക്കെടുത്തായിരുന്നു. സമ്മാന കൂപ്പണേ നറുക്കെടുത്തായിരുന്നു. അപ്പൊ ഫസ്റ്റ് പ്രൈസ് അവിടെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ മാം. അപ്പം അതൊന്ന് ഉദയകുമാരിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉദയകുമാരിക്ക്. അപ്പൊ ഈ ഒരു സന്തോഷ വാർത്തയൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഹാപ്പി വിഷു. ഇനി ഇങ്ങോട്ട് വരൂ. പിന്നെ ഇന്നോ നാളെയോ എപ്പോഴാന്ന് വെച്ചാൽ സൗകര്യം പോലെ വരൂ. നമ്മൾ ഇനി സെക്കൻഡ് പ്രൈസ് എടുക്കാൻ പോവുകയാണ്. നമുക്ക് സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് വേൾപൂളിന്റെ ഒരു ഫ്രിഡ്ജാണ്. അത് ആർക്കാണ് ആ ഭാഗ്യശാലി ആരാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എല്ലാ നമ്പേഴ്സും ഉണ്ട്. നറുക്കെടുപ്പിൽ എടുക്കുന്ന എല്ലാ 1 പവന് മേളിലുള്ള പർച്ചേസിനാണ് നമ്മൾ ഈ ഒരു കൂപ്പൺ കൊടുത്തിരുന്നത്. സെക്കൻഡ് പ്രൈസ് പോയിരിക്കുന്നത് 9ാമത്തെ നമ്പറാണ്. 9ാമത്തെ റെസീറ്റ് നമ്പർ നമുക്ക് നോക്കാം. വേൾപൂളിന്റെ ഒരു ഫ്രിഡ്ജാണ് നമ്മുടെ 2ാം സമ്മാനം. ഹലോ, ഇത് ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് വിളിക്കുവാണേ. പറഞ്ഞോളൂ മാഡം. നമ്മുടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് മാഡത്തിനാണ്. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിട്ട് വിളിച്ച ഫ്രിഡ്ജാണ് കിട്ടിയിരിക്കുന്നത്. എന്തോ അല്ല, വിഷുവിന്റെ കൈനീട്ടമല്ലേ. കൈയോടെ സത്യം എല്ലാവരുടെ അടുക്കലും പറഞ്ഞോളൂ. അതൊക്കെ താങ്കളുടെ സൗകര്യം പോലെ. അപ്പൊ ഹാപ്പി വിഷു. എപ്പോഴാന്ന് വെച്ചാ വന്നോ. ഫ്രിഡ്ജ് ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്കിനി തേർഡ് പ്രൈസ് ആരാന്ന് നമുക്ക് നോക്കാം. ഏത് ഭാഗ്യശാലിക്കാണ് നമ്മുടെ തേർഡ് പ്രൈസ് വരുന്നതെന്ന് നമുക്കൊന്ന് നന്നായിട്ട് ലിഖിത്തൊക്കെ എടുത്ത് നോക്കാം. അപ്പൊ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് 16ാം നമ്പർ ഉള്ള റെസീറ്റ് നമ്പറുള്ള ഭാഗ്യശാലിക്കാണ്. ഒരു മിക്സിയാണ് നമ്മുടെ തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത്. കണ്ടോ, 16ാം നമ്പർ. നമുക്ക് 3ാം സമ്മാനം കിട്ടിയിരിക്കുന്നത് 16ാം നമ്പറാണ്. 16ാം നമ്പർ നോക്കിയപ്പോഴത്തേക്ക് ആ നമ്പറിൽ വന്നിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ രേവതിയാണ്. നമുക്ക് രേവതിനെ ഒന്ന് ഫോൺ ചെയ്ത് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാം. നമ്മൾ തേർഡ് പ്രൈസ് വിന്നറായ രേവതിനെ വിളിക്കുകയാണ്. രേവതിക്ക് മിക്സി കിട്ടിയ സന്തോഷ വാർത്ത. ഹലോ, ഇത് ചേർത്തല ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ്. നമുക്ക് ഇന്ന് നറുക്കെടുത്തായിരുന്നേ. നമ്മുടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നല്ലോ, ആ കോൺടെസ്റ്റിൽ ഇന്ന് നറുക്കെടുത്തായിരുന്നു. അപ്പൊ താങ്കളുടെ പേരാണ് കിട്ടിയിരിക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു മിക്സിയാണ്. മിക്സി PG കൊണ്ട് ഒരു മിക്സിയാണ് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്ന് വരാൻ ഏത് ടൈമിൽ വേണേലും വന്നോളൂ. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതിയാകും.
ഇതുപോലെ നമുക്ക് ലക്കി ഡ്രോ എല്ലാ വർഷവും നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വിഷുവിനും നമ്മൾ ഇതുപോലൊരു ലക്കി ഡ്രോ 1 പവന് മേളിലുള്ള എല്ലാ പർച്ചേസിനും നമ്മൾ ഇതുപോലൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 30-ന് നമുക്ക് അക്ഷയ തൃതീയ വരികയാണ്. അക്ഷയ തൃതീയക്ക് നമ്മുടെ കടയ്ക്ക് ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് പ്രത്യേകമായിട്ട് പണിക്കൂലിയിൽ 50% നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. ചേർത്തലയിൽ വേറെ എങ്ങും ഇല്ല 50% പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്. ഒപ്പം നമുക്ക് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും തരുന്നു. നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങൾ തരണമെന്ന് ആവശ്യപ്പെടുന്നു. ബൈ ബൈ ഫ്രം റീന പ്രവീൺ.